ഹലോ ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖാണോ? സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമുക്ക് നോമ്പ് തുറക്കാൻ പോയാലോ? അത് എന്റെ നാട്ടിലേക്ക് പോയാലോ? എന്റെ നാട് വരുന്നത് തൃശ്ശൂർ കുന്നംകുളത്താണ് കേട്ടോ. പക്ഷെ നമ്മൾ നോമ്പ് തുറക്കാൻ പോണത് എന്റെ ഉമ്മയുടെ വീട്ടിലേക്കാണ്. ഉമ്മയുടെ വീട് വരുന്നത് ചങ്ങരംകുളം മലപ്പുറം ജില്ലയിലാണ് വരുന്നത്. നമ്മൾ തൃശ്ശൂർ വരെ ട്രെയിനിൽ പോയി. അവിടുന്ന് പിന്നെ നമുക്ക് അത് വരെ ട്രെയിനേ നമുക്ക് കിട്ടിയുള്ളൂ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ എണീക്കാൻ ലേറ്റ് ആയി. പിന്നെ അവിടുന്ന് ഞങ്ങൾ കെ എസ് ആർ ടി സി കയറി. കയറി കുന്നംകുളം എത്തി. കുന്നംകുളത്ത് നിന്ന് നേരെ നമ്മൾ ചങ്ങരംകുളത്തേക്ക് വീണ്ടും ബസ് കയറി. അവിടെ ഈ കാണാൻ കേട്ടോ എൻ്റെ മാമ. എൻ്റെ മാമാക്ക് ചങ്ങരംകുളം ടൗണിൽ ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ട്. ജോഷി മെഡിക്കൽ ഷോപ്പ് എന്നാണ് അതിന്റെ പേര്. ആർക്കെങ്കിലും മരുന്നൊക്കെ വേണമെങ്കിൽ വാങ്ങട്ടോ. അവിടെ ചെന്നു. അവിടെ ഉപ്പപ്പ ഉണ്ടായിരുന്നു. ഉപ്പപ്പ പിന്നെ മാമാടെ കുട്ടികളാണിത്, തൈശു, എല്ലാരും കൂടി കളി തുടങ്ങി. ഈ കാണാൻ എൻ്റെ മൂത്ത മാമാടെ വീട് ട്ടോ. അവിടുന്ന് പിന്നെ നേരെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ പാടത്തേക്ക് ഇറങ്ങി. നല്ല രസാട്ടോ. ഉമ്മാടെ വീടിന്റെ തൊട്ട് ബാക്കിൽ തന്നെ പാടുണ്ട്. പണ്ട് ഞാൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് എപ്പോഴും ഈ പാടത്തേക്കൊക്കെ പോവായിരുന്നു. അന്ന് പണ്ട് എൻ്റെ ഉമ്മമാക്ക് ആട് അതേപോലെ തന്നെ പശുക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഉമ്മമ്മ പയ്യനെ നോക്കാനും ഒക്കെ ഇങ്ങണ്ടാ പോയിരുന്നത്. ഇപ്പൊ കൊറേ മാറിട്ടോ. ഇപ്പൊ അവിടെ അത്യാവശ്യം വീടുകളും കാര്യങ്ങളൊക്കെ ആയി. പണ്ടെന്ന് പറഞ്ഞാൽ നല്ല രസമായിരുന്നു. ഇപ്പൊ ഇവിടെ കൊയ്ത്ത് കാര്യങ്ങളൊക്കെ ഇല്ല. പക്ഷെ ചീരകൃഷി ഉണ്ട് ട്ടോ. ചീരകൃഷി നമ്മുടെ അടുത്തുള്ള ഒരു ചേട്ടൻ തന്നെയാണ് ചീരകൃഷി. പിന്നെ ഞങ്ങള് കറക്റ്റ് ആയിട്ട് ഒരു നൊസ്റ്റാൾജി അടിക്കുന്ന ഒരു സാധനം തന്നു, പറങ്കിയാങ്ങ. ഞങ്ങളുടെ നാട്ടിൽ അതിന് പറങ്കിയാങ്ങ എന്നാണ് പറയണത്. കണ്ടപ്പോ ഇക്കോന് ഇത് തിന്നേ പറ്റുള്ളൂ. പക്ഷെ നോമ്പായോട് തിന്നാൻ പറ്റൂലല്ലോ. അങ്ങനെ ഞങ്ങൾ അത് പൊട്ടിച്ചിട്ട് കൊണ്ടുപോയി. പിന്നെ അതേപോലെ തന്നെ നല്ല പുളിമരം ഉണ്ട്. ഈ പുളിന്നാണ് എൻ്റെ അമ്മമ്മ ഞങ്ങൾക്ക് എല്ലാ കൊല്ലം പുളി വീട്ടിലേക്ക് കൊടുന്നു തരും ട്ടോ. പാവം. അങ്ങനെ ഇത് കണ്ടോ, പാമ്പിന്റെ മാടം പോലത്തെ ഒരു സംഭവം. ഇത് പണ്ട് എന്നൊക്കെ പറഞ്ഞാല് നമ്മളിങ്ങനെ പറയുമല്ലോ, പാമ്പിന്റെ മാടാണെന്നൊക്കെ പറയും. അതേപോലെ കുറേ പുളി പഴുത്ത് കിടക്കുന്നുണ്ടായിരുന്നു. അതിന് പുളി എടുത്തു. നാവില് നല്ല കൊതി ഊർന്നു കേട്ടോ കണ്ടപ്പോ തന്നെ. പിന്നെ മാമാടെ വീട്ടില് ചാമ്പക്ക ഉണ്ടായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അമ്മമാന്റെ വീട്ടിൽ കുറേ സാധനങ്ങളുണ്ട്. റംബൂട്ടാൻ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ മൂത്ത മാമന്റെ ഉമ്മാക്ക് രണ്ടാങ്ങളാരാണ്. അപ്പൊ മൂത്ത മാമാന്റെ വീട്ടിലാണ് ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത്. റംബൂട്ടാൻ ഉണ്ടായിട്ടുണ്ട്. നല്ല റോസാപ്പൂ ഉണ്ട്. അതേപോലെ തന്നെ ഉമ്മാടെ വീട്ടിൽ കുറേ സാധനങ്ങളുണ്ട്. കുറേ പറഞ്ഞാൽ കുറേ ഉണ്ട് കേട്ടോ. മാങ്ങ ഉണ്ട്. മാങ്ങ ഒക്കെ തയ്ച്ചു ശരിക്കും മൂത്തിട്ടില്ല. പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കണം. പക്ഷെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പൊട്ടിക്കരുത് എന്ന് പറഞ്ഞവനോട്. അതേപോലെ തന്നെ പൈനാപ്പിൾ ഉണ്ട്. നാടൻ പൈനാപ്പിൾ ആണ് കേട്ടോ. ഇവിടെ തന്നെ അതേപോലെ തന്നെ നമുക്ക് ചക്ക ഉണ്ട്. ഉമ്മമ്മ എല്ലാ കൊല്ലവും ചക്ക വറക്കലുണ്ട് കേട്ടോ. ഇപ്പൊ ഉമ്മമ്മക്ക് കൈക്കൊക്കെ വേദന ആയിക്കണം. അതുപോലെ ഇരുമ്പാമ്പുളി, ഓർക്കാപ്പുളി എന്നൊക്കെ പറയും ചില നാട്ടില്. നമ്മൾ ഇതിനെ ഇരുമ്പാമ്പുളി എന്നാ പറയാ. അതേപോലെ തന്നെ ചീനമുളക് ഉണ്ട്. ഈ ചീനമുളക് പണ്ടൊക്കെ പറഞ്ഞാൽ എപ്പോഴും ഞങ്ങൾ സുർക്കയിലിട്ട് തിന്നായിരുന്നു. നല്ല രസമാണിത്. എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഞാനൊക്കെ കുട്ടികളെ കാലത്ത് ഇത് എപ്പോഴും ഉപ്പിലിട്ടിട്ടൊക്കെ ഉമ്മമാനെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കും. ഇപ്പൊ ഉമ്മമാക്ക് പഴയ പോലെയല്ല, കൈകൊണ്ട് വയ്യ. അതേപോലെ തന്നെ ഓമക്കായ ഉണ്ട്. ഓമക്കായ്ക്ക് ഓരോ നാട്ടിൽ ഓരോ പേരാ തോന്നുന്നു പറയാ. അതേപോലെ തന്നെ പേരക്ക ഉണ്ട്. വീടിന്റെ മുറ്റത്ത് തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ അതേപോലെ കടലാസ് മുളക് ഉണ്ട്. പേരക്കൊക്കെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന്. ഈ കാണാണ് എന്റെ ഉപ്പപ്പ ട്ടോ. ഉപ്പപ്പാക്ക് ഇപ്പൊ അടുത്ത് കുറെ വയ്യാതായി. ഇപ്പൊ ഉപ്പപ്പ ഒന്ന് ഓക്കെ ആയിട്ട് വരുന്നുള്ളൂ. അതേപോലെ തന്നെ പഴക്കൊല ഉണ്ട്.